ജൂൺ 2024 CA ഫൗണ്ടേഷൻ റിസൾട്ട്സ് ഒക്കെ 1 വീക്ക് ബിഫോർ അനൗൺസ് ചെയ്തു. എന്നത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ കുറഞ്ഞൊരു റിസൾട്ടാണ് നമ്മൾ ഇത്തവണ കണ്ടത്. മെനി പീപ്പിൾ കുഡിൻ മേക്ക് ഇറ്റ് അല്ലേ? അപ്പോൾ അവരോടാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സി, യു ഓൾ പ്ലാൻഡ് ഫോർ എ സക്സസ് ആൻഡ് യു വർക്ക്ഡ് ഹാർഡ് ഫോർ ഇറ്റ്, ബട്ട് യു കുഡിൻ മേക്ക് ഇറ്റ്. ദാറ്റ് ഡസൻറ്റ് മീൻ യു ആർ ഫെയിൽഡ്. ഇവിടെ എന്താ സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പ്ലാൻ ചെയ്ത് നമ്മളൊരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തു. ആ ഒരു സ്ട്രാറ്റജിക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചത്. ദാറ്റ് ഡസൻറ്റ് മീൻ യു ആർ ഫെയിൽഡ്, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ ആണ് എന്നൊന്നും അതിനർത്ഥമല്ല. വാട്ട് ഐ വാണ്ട് ടു ടെൽ യു ഇസ് ദാറ്റ് യു ഡ്രീംഡ് അബൌട്ട് ബിക്കമിങ് എ CA. നാളെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് പുറത്തിറങ്ങണമെന്ന് സ്വപ്നം കണ്ടവരാണ് നിങ്ങൾ അല്ലേ? അതിനുവേണ്ടി പണിയെടുത്ത് തുടങ്ങിയവരാണ് നിങ്ങൾ. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് CA ഫൗണ്ടേഷൻ എക്സാം. ആ CA ഫൗണ്ടേഷൻ എക്സാമിൽ യു ഗോട്ട് എ സെറ്റ് ബാക്ക് അല്ലേ? നമുക്കൊരു ചെറിയൊരു തിരിച്ചടി വന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൽ നിന്നും പിന്തിരിഞ്ഞോടാനല്ല, അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങളെ ഈ ഒരു ഡ്രീമിൽ നിന്നും പിന്തിരിഞ്ഞോടാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, പ്രേരിപ്പിക്കരുത്. ഇറ്റ് ഈസ് യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ വെദർ അടുത്ത എക്സാമിൽ ഞാൻ പാസ്സാവണോ, അല്ലെങ്കിൽ അടുത്ത എക്സാമിലോട്ട് അടുത്ത എക്സാമിൽ ഞാൻ ക്ലിയർ ചെയ്യണോ എന്ന തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഫിയർ ഈസ് എ റിയാക്ഷൻ, കറേജ് ഈസ് ദ ഡിസിഷൻ. ഇറ്റ്സ് നോട്ട് ദ ടൈം ടു സിറ്റ് ഫിയർഫുൾ, ബട്ട് ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് ഡിസിഷൻ ടു പാസ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ എക്സാം നമുക്ക് എങ്ങനെ പഠിച്ച് പാസ്സാവണമെന്ന് ഉറച്ച തീരുമാനമെടുക്കേണ്ട സമയമാണ്. അത് മാത്രമല്ല, അതിലോട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, പ്ലാൻ അബൌട്ട് ഇറ്റ്, വർക്ക് ഫോർ ഇറ്റ്. ഡെഫിനറ്റ്ലി നമുക്കത് കിട്ടുക തന്നെ ചെയ്യും. നെവർ ഗെറ്റ് വറീഡ്. ഒരുപാട് പേര് ഈ ഒരു അവസരത്തിലൊക്കെ നമ്മളോട് ഫാക്കൽറ്റീസിനോടൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യാണ്, സർ വെദർ ഐ ക്വിറ്റ് ഓർ കണ്ടിന്യൂ. സർ ഞാൻ ഈ കോഴ്സ് നിർത്തണോ അല്ലെങ്കിൽ ഞാൻ തുടരണോ? ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യം, ഇറ്റ് ഈസ് യു. നിങ്ങളാണ് ഈ കോഴ്സിലോട്ട് വന്നത്, നിങ്ങളാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോൾ ഇറ്റ്സ് യുവർ ഡ്രീം. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളിത് തുടരണോ വേണ്ടയോ എന്നുള്ളത്, വേറെ ആരുമല്ല. സോ ഈ ഒരു അറ്റംപ്റ്റ് നമ്മൾ ഫെയിലായി എന്ന് വിചാരിച്ചിട്ട് ഈ കോഴ്സ് നിർത്തി പോകേണ്ട ആളുകളല്ല നിങ്ങൾ ഈ ഒരു അറ്റംപ്റ്റിന് വേണ്ടി എടുത്ത എഫേർട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അറ്റംപ്റ്റിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത സ്ട്രാറ്റജി, അത് മാത്രമാണ് ഫെയിലിയർ സംഭവിച്ചിട്ടുള്ളത്. സോ വാട്ട് ഐ വാണ്ട് ടു ടെൽ യു ഇസ് ദാറ്റ് റീതിങ്ക് വാട്ട് യു ഹാവ് ഡൺ ഇൻ ദ പാസ്റ്റ് എക്സാമിനേഷൻ. കഴിഞ്ഞ എക്സാമിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എത്രത്തോളം പഠിച്ചു, എന്ത് പഠിച്ചില്ല, എന്തൊക്കെ മിസ്റ്റേക്സ് നമ്മൾ ആ എക്സാമിൽ വരുത്തിയിട്ടുണ്ട്. യു ഹാവ് ടു അനലൈസ് എവറിത്തിങ്. അതിൻ്റെ ഒരു കറക്ഷൻ ആയിരിക്കണം അടുത്ത എക്സാമായ സെപ്റ്റംബർ എക്സാമിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. സോ ഇഫ് യു മേക്ക് ദ റൈറ്റ് കറക്ഷൻ, ഡെഫിനറ്റ്ലി അടുത്ത എക്സാമിൽ യു വിൽ ബി കമ്മിങ് ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഇനി കുറേ ആളുകൾക്ക് ഇത്തവണ +2 ഒക്കെ കഴിഞ്ഞ് ഈ 2 മന്ത്സിനുള്ളിൽ പഠിച്ച് CA ഫൗണ്ടേഷൻ അറ്റംപ്റ്റ് ചെയ്ത് ഒരുപാട് പേരൊക്കെ ഉണ്ട്. അവർക്ക് വലിയൊരു സിഗ്നിഫിക്കൻറ്റ് മാർക്സ് ഒന്നും ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് ഈ ഒരു ചെറിയ 1.5 മന്ത്സിൻ്റെ ഗ്യാപ്പിലൊന്നും ചിലപ്പോൾ എക്സാം എഴുതിയിട്ട് സെപ്റ്റംബറിൽ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. After September, they have January attempt. They can plan for January. September just ഒരു നെയിം സേക്കിന് വേണ്ടി അവർക്ക് പോയി എക്സാം അറ്റൻഡ് ചെയ്യാം. പക്ഷേ സീരിയസ് ആയിട്ട് they can continue their preparation for January. If you have your dream, നിങ്ങളുടെ ഡ്രീമിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ഡ്രീം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് മെനി സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിലൂടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നിങ്ങൾ തന്നെ എടുക്കണം. അതുപോലെ തന്നെ ആ വഴികളിലൂടെ ട്രാവൽ ചെയ്യേണ്ടതും നിങ്ങൾ തന്നെയാണ്. ബിക്കോസ് ഇറ്റ്സ് യുവർ ഡ്രീം. നെവർ സ്റ്റോപ്പ് ട്രൈയിങ്, never stop believing. Your day will come for sure.